ഹലോ ഗായ്സ്, അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നമ്മളിന്ന് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ തിരുനാട് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് ഈ ഒരു വെട്ടുകഷ്ണം തുണിയാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനത്തെ ഒരു കസവ് വരുന്ന ഒരു തുണിയാണ് ഇത്. നമ്മുടെ കസവ് മുണ്ടിനെയൊന്നല്ല, ഏതൊരു വെട്ടുകഷ്ണം തുണിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് തിരുനാട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇനിയിപ്പം ഈ ഒരു ഇങ്ങനത്തെ തുണി എല്ലാവരുടെ അടുത്തും ഉണ്ടായെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് സാധാരണ ഏതെങ്കിലും പഴയ കസവ് മുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതൊന്നും നിങ്ങളുടെ അടുത്ത് കസവ് മുണ്ടോ കാര്യങ്ങളോ ഇങ്ങനത്തെ മുണ്ടോ ഒന്നും ഇല്ലെങ്കിൽ, ഇതുപോലത്തെ തുണിയൊന്നും ഇല്ലെങ്കിൽ വേറെ ഒരു ഐഡിയയും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ എന്താണെന്നുള്ളത് കാര്യം ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് എങ്ങനെയാണ് തിരുതാട മേക്ക് ചെയ്യുന്നത് നോക്കാം. തിരുതാട എന്ന് പറയുമ്പോൾ നമ്മൾ വിഷുക്കണിയൊക്കെ വെക്കുന്ന ടൈമിൽ ആ ഒരു കണീൻ്റെ കൂട്ടത്തിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്നുള്ളത് തിരുതാട. അപ്പോൾ പല നാട്ടിലും പല പേരുകളായിരിക്കും പറയുക. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ തിരുതാട എന്നുള്ളൊരു പേരാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ അത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കണി വെക്കുന്നില്ലെങ്കിലും വിഷുവിന് ആ ഒരു കൃഷ്ണൻ്റെ അടുത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുള്ള തിരുതാട ഇങ്ങനെ വെച്ചിട്ടുള്ള അങ്ങനത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കണി വെക്കണമെന്നില്ല ഈ ഒരു സംഭവം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും വിഷുവിന് ഇനി 2-3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം, നമ്മുടെ തിരുതാട എങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നുള്ള വീഡിയോ. ഈസിയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കുറേ നേരം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയൊന്നുമില്ല. നമുക്ക് 5-10 മിനിറ്റിനുള്ളിൽ കഴിയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണി എന്ന് പറയുന്നത് ഒരു വെട്ടുകഷ്ണം തുണിയായിരുന്നു കേട്ടോ. ഞാൻ കടയിൽ നിന്നും ഇങ്ങനെ കുറേ തുണികളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു തുണിയാണിത്. അപ്പോൾ നമുക്കിതിന് ഇത്രയും നീളം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 21 ഇഞ്ചും അതേപോലെ തന്നെ വീതി 10 ഇഞ്ചും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനത്തെ ഒരു തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ഇതിൻ്റെ 3 വശങ്ങളുണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. ിലേക്ക് മടക്കിയിട്ട് ചിത്തവശമില്ല, അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ 3 അറ്റങ്ങളും അറ്റഭാഗങ്ങളും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കസവ് വരുന്ന ആ ഒരു മുകളിലത്തെ ഭാഗമില്ല, ആ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു നൂലൊക്കെ വലിയുന്ന ഒരു തുണിയാണ്, അതുകൊണ്ട് തന്നെ അതിങ്ങനെ വലിഞ്ഞു പോകാൻ പാടില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ലൊരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് മടക്കി അടിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് അടിക്കണമെന്ന് നമുക്ക് അടിക്കേണ്ട വലിയ രീതിയിലുള്ള ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ 2 വശങ്ങൾ അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ഭാഗം മാത്രം ഒരു നീറ്റായിട്ട് കിടക്കട്ടെ, അതും കൂടെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഭാഗം കൂടെ അടിച്ചതാണ്. നിങ്ങളത് അടിക്കണമെന്നില്ല, കാരണം നമുക്കത് ഉള്ളിലേക്ക് പോകുന്നൊരു സംഭവമാണ്. അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ആവശ്യമില്ലവർ അത് അടിച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ആ ഒരു നല്ല ഭാഗം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ചുരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചുരുക്കും പ്ലീറ്റ് ഇങ്ങനെ എടുത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിൽ അത് ഫസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് കസവ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതിൻ്റെ കസവിൻ്റെ വീതിയോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു വീതിക്ക് നമുക്ക് വലിയ നല്ല പ്ലീറ്റ് വരുന്ന കുറേ പ്ലീറ്റ് വരുന്ന കുഞ്ഞു പ്ലീറ്റ് വരുന്നതാണ്, അതാണെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മൾ കുഞ്ഞു പ്ലീറ്റുകളാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരറ്റം വരെ ഈ ഒരു വീതിക്ക് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ അയൺ ചെയ്ത് ഓരോ പ്ലേറ്റും അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു പ്ലേറ്റിനെ ഒന്നും കൂടെ നമുക്ക് ചെറുതാക്കണം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നല്ല ഒരേ വീതിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ആദ്യം ഒന്ന് വീതിക്ക് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനെ അയൺ ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ 2ൻ്റെ നടുക്ക് നിന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്നും കൂടെ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുറേ പ്ലേറ്റ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു പ്ലേറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരേ അളവിലൊന്നും കിട്ടില്ല. പിന്നെ നമുക്ക് മടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും മടക്കിയിട്ട് സെറ്റ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം നല്ല വീതി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ നടുവിൽ ആ ഒരു അവിടെയും കൂടെ നമ്മളിങ്ങനെ ഒരു വരയിടും പോലെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവസാനം വരെ നമ്മളിങ്ങനെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലൈൻ ഇങ്ങനെ നമുക്ക് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. മുഴുവൻ പ്ലേറ്റ് ഇട്ടെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഓരോരോ പ്ലേറ്റായിട്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാണ്ട് ഓരോ പ്ലേറ്റായിട്ട് നമ്മളിങ്ങനെ മടക്കി എടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് മടക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു കുഞ്ഞു പ്ലേറ്റിലുള്ള തിരുതാട തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ചിലവർക്ക് ഇത് വലിയ പ്ലേറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും, പക്ഷേ ചിലർക്ക് കുഞ്ഞു പ്ലേറ്റ് ആയിരിക്കും. ഇതിലും കുഞ്ഞും ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഇത്രയുള്ളത് മതിയെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു തിരുതാടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് തിരിയുടാട എന്നൊക്കെ പറയും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വെള്ള തുണി മതി. അപ്പോൾ ഒരു വെള്ള തുണീൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു കസവ് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നല്ല മഞ്ഞ കളർ ചെയ്ത് കൊടുക്കുക, പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഗോൾഡൻ മെറ്റാലിക്കിൻ്റെ പെയിൻറ്റ് കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അതിന് നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. ഏതെങ്കിലും ഒരു വെള്ള തുണിയിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും നമുക്ക് ഇങ്ങനെ ഒരു കസവ് മുണ്ടിൻ്റെ രീതിയിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പ്ലീറ്റ് എടുത്തിട്ട് അതിൻ്റെ കസവിൻ്റെ താഴെയായിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ
അഴിച്ച് കളഞ്ഞിട്ട് പിന്നെ തുന്നിയെടുക്കണം കേട്ടോ. അപ്പോൾ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലത്തെ ആ ഒരു ഭാഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിർത്തിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് നല്ല സ്റ്റാൻഡ് പോലെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതിന് ഈ ഒരു ഭാഗം നല്ല കട്ടിയുള്ള രീതിയിൽ തന്നെ വരണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിയിൽ കുറച്ച് കട്ടിയിൽ തന്നെ ആ ഒരു മുണ്ട് എടുത്തിട്ടുള്ളത്. ആ മുണ്ടിൻ്റെ ആ ഒരു തുണി നമ്മൾ കൂടുതൽ കട്ട് ചെയ്ത് കളയാതിരുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തുന്നി സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൂലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ തിരുതാടൻ്റെ പണി കൂടെ പൂർത്തിയായി. പിന്നെ നമ്മൾ ആദ്യം കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പിൻ അഴിച്ചു. പിന്നെ നമുക്ക് ഈ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീസിൽ നിന്ന് തന്നെ വേറൊരു പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കസവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു കസവ് വെച്ചിട്ട് അടിയിലത്തെ ആ ഒരു ഭാഗം കവർ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് പണിയൊന്നുമില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക. അതിനുശേഷം അത് നല്ല രീതിയിൽ അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്കത് ബാക്കിലത്തെ ആ ഒരു വശം ഉണ്ടല്ലോ, ബാക്കിലായിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണില്ല, ഒരു തുന്നും കാര്യങ്ങളൊന്നും വേറെ എവിടെയും കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് വശത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തുന്നി കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും ഇത് തുന്നുന്ന ടൈമിൽ വെള്ള നൂലോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ നൂലോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ചെറിയ രീതിയിലെങ്കിലും അവിടെ ഇവിടെയൊക്കെ വേറൊരു നൂലിൻ്റെ കളർ ചെറിയ രീതിയിൽ ഇങ്ങനെ വിസിബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ ആ ഒരു ഭാഗം കൂടെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അടിയിലത്തെ ഭാഗങ്ങൾ ഇതേപോലെ എല്ലാം ഇങ്ങനെ ബാക്കോട്ടേക്ക് മടക്കി വെച്ചിട്ട് അടിയിൽ നല്ല രീതിയിലൊന്ന് തുന്നിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ സെറ്റായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കസവുണ്ടോ അല്ലെങ്കിൽ കസവ് കരയുള്ള ഒന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു വെള്ള തുണിയിൽ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ മഞ്ഞ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, നല്ല ലൈനായിട്ട്. അതിൻ്റെ മേലെ ജസ്റ്റ് ഗോൾഡൻ മെറ്റാലിക്കിൻ്റെ പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കസവ് മുണ്ടിൻ്റെ ഒക്കെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു തിരുവാട അതിനെക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മളത് കെട്ടിയിട്ടിട്ട് നല്ല സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്, നമ്മുടെ തിരുതാടേൻ്റെ ഫൈനൽ ലുക്കായിരുന്നു ഇത്. നമുക്ക് വിഷുവിൻ്റെ ആ ഒരു കണി ഒരുക്കുന്ന ടൈമിൽ അതിൽ വെക്കാം, കണീൻ്റെ കൂടെ വെക്കാം. അല്ലാതെ നമ്മൾ കണി ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു വിഷു പ്രമാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെക്കുന്നത് ഒരു ഐശ്വര്യം കൂടിയായിരിക്കും. കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഐശ്വര്യം ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് എൻ്റെ ഐഡിയയിൽ തോന്നിയതാണ്. ഈ ഒരു തുണീൻ്റെ കാര്യം ഓർമ്മ വന്നപ്പം ഒരു തിരുതാട ഉണ്ടാക്കി നോക്കാം, അത് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്നൊക്കെ തോന്നിയതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ തുണിയെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.